സംസ്ഥാനത്ത് കൊറോണ വൈറസ് കോവിഡ്-19 ക്വാറന്റൈൻ സെന്റേഴ്സ് ആ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് അധികൃതരുടെ പ്രവർത്തകരുടെ രീതികൾ നിർദ്ദേശങ്ങൾ വരുന്നവർ മറ്റു നാടുകളിൽ നിന്ന് വരുന്നവർ കൃത്യമായി പാലിക്കുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ കേരളത്തിൽ മൂന്നാം ഘട്ടം രോഗവ്യാപനത്തിന്റെ മൂന്നാം ഘട്ടം അപകടകരമായ രീതിയിലേക്ക് മാറും എന്നുള്ള മുന്നറിയിപ്പുകൾ വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ വളരെ ഗുരുതരമായി ഈ മൂന്നാം ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഒന്നാം ഘട്ടത്തിൽ എങ്ങനെയാണോ കേരളം വളരെ സമൂഹ വ്യാപനത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിന്നു, എന്നിട്ട് പക്ഷേ പെട്ടെന്ന് വിമർശനങ്ങൾ ഉണ്ടാവുകയും കടുത്ത തോതിൽ ശക്തമായ മുന്നറിയിപ്പുകളും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലെ ഇടപെടലാണ് ആ സമൂഹ വ്യാപനം എന്നുള്ള അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തിയത്. അതിന് കാരണമായത് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ തരത്തിൽ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ കോവിഡ് ഹോട്ട്സ്പോട്ടുകളായ രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ ആൾക്കാർ എത്തിക്കഴിഞ്ഞാലും സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ പോലീസ് ആകട്ടെ മറ്റ് വിഭാഗങ്ങളൊക്കെ ഇത്തരം ആൾക്കാരെ വളരെ കണിശമായി സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്നും അങ്ങനെ ആ വിമാനത്തിൽ വരുന്ന ആൾക്കാരെ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കടത്തിവിടണമെന്നുമുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെതായി ഉണ്ടായിരുന്നു. അപ്പോൾ വിമാനങ്ങളിൽ നിന്ന് അന്യരാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എല്ലാ വിമാനത്താവളത്തിലും കരുതൽ സംഘങ്ങൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം വന്നു. ആ കരുതൽ സംഘം ഉണ്ടാകണമെന്ന നിർദ്ദേശം വരുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ, വിമാനം ഓരോ സംസ്ഥാനത്തും അതത് വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിൽ വരുന്ന യാത്രക്കാരെ കുറിച്ച് മുൻകൂട്ടി ധാരണയുണ്ടാകണം. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വരുന്നത്, വളരെ നിസ്സാരമാണ്. അപ്പോൾ അങ്ങനെ രാജ്യം തിരിച്ചു വരുന്നവരുടെ പാസഞ്ചർ പട്ടിക ഒരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പാസഞ്ചർ പട്ടിക സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പും പോലീസും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ചേർന്ന് അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യണമെന്നും അതിനെ കോവിഡ് ഹോട്ട്സ്പോട്ട് കൺട്രീസ് എന്നും കോവിഡ് ഹോട്ട്സ്പോട്ട് ഇതര കൺട്രീസ് രാജ്യങ്ങളെന്ന് വേർതിരിക്കണമെന്നും കോവിഡ് ഹോട്ട്സ്പോട്ട് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ ശക്തമായ ക്വാറന്റൈന് വിധേയമാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇറ്റലിയിൽ നിന്ന്, കോവിഡ് ഹോട്ട്സ്പോട്ട് രാജ്യമായിരുന്നു, ഇറ്റലിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തിയ പത്തനംതിട്ട റാന്നി സ്വദേശികൾ ഒരു ക്വാറന്റൈൻ കാര്യങ്ങളും അത് പാലിക്കാതെ പുറത്തിറങ്ങി പോവുകയുണ്ടായി. അതിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ എമിഗ്രേഷൻ കൗണ്ടറിൽ വരുന്നു, ഞങ്ങൾക്ക് ഒരറിയിപ്പുമില്ല, ഞങ്ങൾ സ്വാഭാവികമായും എല്ലാം ഫില്ല് ചെയ്ത് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി, ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു, മാർഗനിർദ്ദേശങ്ങൾ ഇല്ല, പുറത്തു നിന്ന് വരുന്ന ഞങ്ങൾക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് അറിവ്. ആരോഗ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്ക്രീൻ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, ആയിരക്കണക്കിന് പേരാണ് വിമാനത്താവളങ്ങളിലൂടെ വരുന്നത്, അവരെയൊക്കെ സ്ക്രീൻ ചെയ്ത് ഒരു പോലീസ് ആക്ഷൻ മോഡിൽ സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല എന്ന ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ വാക്കുകൾ ഇവിടെ നിൽക്കുകയാണ്. അതൊക്കെയാണ് കേരളത്തെ പാനിക് സർക്കംസ്റ്റൻസിലേക്ക് കൊണ്ടുപോയത്. മറ്റൊന്ന്, ഗൾഫ് മേഖലയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വന്ന് ചാടിപ്പോയ ആൾ കാസർഗോഡ് ജില്ലയെ മൊത്തം പാനിക്കാക്കുകയുണ്ടായി, കണ്ണൂർ കാസർഗോഡ്. അപ്പോൾ ആ സാഹചര്യം നമ്മുടെ അനുഭവമായി നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. നിലവിൽ ഒന്നാം ഘട്ടം നാം അതിജീവിച്ചു, രണ്ടാം ഘട്ടം അതിജീവിച്ചു, മൂന്നാം ഘട്ടം വളരെ ഭയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരുന്നവരിൽ നിന്ന് ഇപ്പോൾ രോഗവ്യാപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് കാര്യമായ ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്താതിരിക്കുന്നു. വെറുതെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് ധാരാളം മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ എത്തുന്നുണ്ട്. വിമാനത്താവളം വഴി എത്തിയവരുടെ കണക്ക് 2911 പേരാണ്. സീപോർട്ട് വഴി 793 പേരെത്തി. ചെക്ക് പോസ്റ്റ് വഴി 50,320 പേര് ചെക്ക് പോസ്റ്റ് വഴി വരികയാണ്. റെയിൽവേ വഴി 1021 പേർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 55,045 പേരാണ് പ്രവാസികളായി എത്തിയിട്ടുള്ളത്. ഇതിൽ രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ എന്താണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരെ മുഴുവൻ നമുക്ക് ക്വാറന്റൈൻ ആക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു 7 ദിവസത്തെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞു, ഇത് പറഞ്ഞു ഹൗസ് ക്വാറന്റൈൻ, ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞു, വേറൊരു രീതി പറഞ്ഞു. പക്ഷേ ആദ്യമൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് എത്ര പേര് വന്നു കഴിഞ്ഞാലും അവരെ
ഇവരെയൊക്കെ ശക്തമായ ക്വാറന്റൈൻ സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ സുസജ്ജമാണ്. ഇവിടെ കിടക്കകളെല്ലാം റെഡിയായി കഴിഞ്ഞു, ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ റെഡിയായി കഴിഞ്ഞു, ആവശ്യമെങ്കിൽ ലോഡ്ജുകൾ എടുക്കും, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ എടുക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ നാം കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ കാര്യത്തോടടുക്കുമ്പോൾ ഒരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല. കൃത്യമായ ക്വാറന്റൈൻ, വെറുതെ ആൾക്കാർ വരുന്നു, അവരെ ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞ് അയക്കുന്നു. ഇവർ കൃത്യമായി ഹോം ക്വാറന്റൈനിൽ ഏർപ്പെടുന്നുണ്ടോ? അവരുടെ വീടുകളിൽ അതിനുള്ള സൗകര്യമുണ്ടോ? ഇവർ കുടുംബാംഗങ്ങളുമായി ഇടപഴകുന്നുണ്ടോ? അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മറ്റാൾക്കാരുമായി ഇടപഴകുന്നുണ്ടോ? ഇതൊന്നും കാര്യക്ഷമമായി നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവാസികളായി എത്തുന്നവർ, അന്യ സംസ്ഥാനത്തു നിന്നുള്ള മലയാളികളാകട്ടെ, അന്യ രാജ്യത്തു നിന്ന് മലയാളികളാകട്ടെ, അവർക്ക് ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നത് ആകില്ല ഈ സാഹചര്യത്തിൽ എന്ന് നിരീക്ഷണം വരികയാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ മാറ്റം വരുന്നു, ഇനി മഴക്കാലമാണ്, പകർച്ചവ്യാധികൾ പെരുകുന്ന കാലമാണ്. അവിടെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇവരെയൊക്കെ അവരവരുടെ ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാർ കൈ കഴുകുന്നതിന് തുല്യമെന്നാണ് ആരോഗ്യ പ്രവർത്തകരും ഈ രംഗത്തെ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. ഫലപ്രദമാകില്ല ഹോം ക്വാറന്റൈൻ. അപ്പോൾ എന്താണ് വേണ്ടത്? അതിനവർ പറയുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈൻ സെന്റേഴ്സ് വേണം, കോവിഡ് ക്വാറന്റൈൻ സെന്റേഴ്സ് സർക്കാർ തന്നെ. അങ്ങനെയാണല്ലോ സർക്കാർ പറഞ്ഞിരുന്നത്. ഓരോ പ്രദേശത്തു നിന്നും ലോഡ്ജുകൾ എടുക്കുന്നു, വീടുകൾ എടുക്കുന്നു, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസ് അതനുസരിച്ച് മാറ്റിയെന്നൊക്കെ പറഞ്ഞത് വെറും വിടുവായത്വമാണ് എന്ന് തെളിയുകയാണ്. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഇപ്പോൾ രോഗവ്യാപനങ്ങൾ വരുന്നു. ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് രോഗം പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ക്വാറന്റൈൻ സംവിധാനത്തെ സർക്കാർ ഗൗരവത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഹോം ക്വാറന്റൈൻ മതി എന്ന നിലപാട് അർത്ഥശൂന്യമായ വിഡ്ഢിത്തമാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നു. ലോക്ക്ഡൌൺ കാര്യങ്ങൾ കൂടി വരുന്നതോടുകൂടി മൂന്നാം ഘട്ടം കൂടുതൽ ആപത്തിലേക്ക് കേരളം പോകുമെന്ന് വരുന്നു. രോഗികളുടെ എണ്ണം മൂന്നാം ഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഈ പിടിപ്പുകേടിനെതിരെ വിമർശനം ശക്തമാവുകയാണ്.